ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ്? യെസ്, പ്ലീസ്. പ്ലീസ് എന്നുള്ള വേർഡ് എങ്ങനെ യൂസ് ചെയ്യണം, ഏതൊക്കെ സെൻറ്റൻസിൻ്റെ കൂടെ യൂസ് ചെയ്യാം, ഏത് രീതിയിൽ പറയാം എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറഞ്ഞ സെൻറ്റൻസുകളിലൂടെ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ? അപ്പോൾ അത് എല്ലാവർക്കും യൂസ്ഫുൾ ആണ്, മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. എന്നാൽ ഇന്ന് നമ്മൾ പോകുന്നത് അടുത്ത വേർഡിലേക്കാണ്. താങ്ക് യു. നമുക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചെന്ത് പറയണം? അദ്ദേഹത്തിനൊരു നന്ദി പറയേണ്ടത് നമ്മുടെ കടമയാണ് അല്ലേ? നമ്മൾ ആ നന്ദി അറിയിക്കുമ്പോൾ ആ ഉപകാരം ചെയ്ത് തന്ന ആൾക്കുണ്ടാവുന്ന ഒരു സന്തോഷം വളരെ വലുതാണ് അല്ലേ? നമ്മുടെ മലയാളത്തിലാണെങ്കിൽ നമ്മൾ എന്ത് പറയും? നന്ദി അല്ലെങ്കിൽ വളരെ നന്ദി എന്നൊക്കെ പറയും അല്ലേ? എന്നാൽ ഇംഗ്ലീഷിന് ഇതിന് നമ്മൾ താങ്ക്സ് എന്ന് പറയും, അല്ലെങ്കിൽ താങ്ക് യു എന്ന് പറയും. പല സാഹചര്യങ്ങളിൽ പല രീതിയിലാണ് നമ്മൾ ഓരോരുത്തരോടും നന്ദി പ്രകടിപ്പിക്കുന്നത് അല്ലേ? അപ്പോൾ ഏതൊക്കെ രീതിയിൽ താങ്ക്സ് എന്നുള്ള വേർഡ് നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കൂടാതെ തന്നെ നമ്മൾ താങ്ക് യു പറയുന്ന സമയത്ത് നമ്മൾ തിരിച്ചൊരു മറുപടിയും കൂടി കൊടുക്കണം അല്ലേ? അതെ, താങ്ക്സ് എന്നുള്ളതിന് നമ്മൾ ഏതൊക്കെ രീതിയിൽ മറുപടി നൽകാം എന്നുള്ളതും കൂടി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഒരാളും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് വിചാരിക്കുന്നു. ഉറപ്പായിട്ടും നമ്മുടെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും വിട്ടുപോകരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ഒന്നും തന്നെ മിസ്സാവാതെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഒട്ടും സമയം കളയേണ്ട, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ? കം ഓൺ. താങ്ക് യു ഫോർ യുവർ കൈൻഡ് ഹെൽപ്പ്. താങ്കളുടെ ഉപകാരത്തിന് നന്ദി. താങ്ക് യു വെരി മച്ച്. വളരെ നന്ദി. ഐ താങ്ക് യു ഓൾ. നിങ്ങൾ എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. ഐ ഷാൽ ബി താങ്ക്ഫുൾ. ഞാൻ വളരെ നന്ദിയുള്ളവനായിരിക്കും. താങ്കിങ് യു. നന്ദിയോടെ. താങ്ക് ഗോഡ്. ദൈവത്തിന് നന്ദി. താങ്ക്സ് പറഞ്ഞാൽ എന്ത് മറുപടി ആയിരിക്കും നമ്മൾ നൽകുക അല്ലേ? ഇറ്റ്സ് ഓൾ റൈറ്റ്. അത് കുഴപ്പമില്ല എന്ന രീതിയിൽ നമുക്ക് മറുപടി നൽകാം അല്ലേ? നമ്മളെ ഡ്യൂട്ടിയാണ് എന്നുള്ള രീതിയിൽ മറുപടി നൽകാം. നെക്സ്റ്റ്, നോ മെൻഷൻ. ഞാൻ നന്ദി പറയാൻ പാകത്തിനുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടില്ല, അതുകൊണ്ട് താങ്ക് യുവിൻ്റെ ആവശ്യമില്ല. മൈ പ്ലഷർ. ഇതൊക്കെ ഒരു സന്തോഷമല്ലേ ഒരു ആൾക്ക് ഉപകാരം ചെയ്യാന്നുള്ളത് അല്ലേ? അതിന് നന്ദീൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ആ രീതിയിലും പറയാം. ഫോർ യു ആർ വെൽക്കം. നമ്മൾ ബഹുമാനപൂർവ്വം ഒരാളോട് താങ്ക് യുവിനുള്ള മറുപടി യു ആർ വെൽക്കം എന്ന രീതിയിലും പറയാം. അപ്പോൾ ഇതൊക്കെയാണ് മറുപടികൾ. അപ്പോൾ പല സാഹചര്യങ്ങളിൽ താങ്ക്സ് എന്നുള്ള വേർഡ് എങ്ങനെ യൂസ് ചെയ്യണം, ഈ താങ്ക്സ് പറയുന്ന സമയത്ത് എന്തൊക്കെ തിരിച്ച് പറയാം, ഏത് സാഹചര്യങ്ങളിൽ ഏത് വേർഡ് യൂസ് ചെയ്യണം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ക്ലാസ്സുകൾ മനസ്സിലാവുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെയല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ സജഷനായിട്ട് അറിയിക്കാവുന്നതാണ്. ആ രീതിയിൽ നമുക്ക് മാറ്റം വരുത്താവുന്നതാണ്. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.